ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് ഏകദേശം 258 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. S&P 38 പോയിന്റ്, നസ്ഡാക്ക് 166 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. US മാർക്കറ്റ് മൊത്തത്തിലൊരു ബുള്ളിഷ് ലെവലിലാണുള്ളത്. യൂറോപ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 49 പോയിന്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 8.22. ഓക്കെ, മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്യേണ്ട സമയമായിട്ടില്ല, പക്ഷേ ഇതിൽ ക്ലോസിംഗ് ആണ് കാണിക്കുന്നത്. 49 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. മിക്കവാറും ഒരു 50 പോയിന്റിനുള്ളിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് മിക്കവാറും പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവൽ തന്നെയാണ് ഇപ്പോഴും ഇന്നലെ മാർക്കറ്റിൽ സ്ട്രോങ് ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഇന്നലെ മാർക്കറ്റ് അവസാനത്തെ ക്ലോസിംഗ് സമയത്ത് ഒരു സപ്പോർട്ട് എടുത്ത് കയറി ചെയ്തോടെന്നാണ് 24,545 എന്നുള്ള ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽപ്പുണ്ട്. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ ആ ഒരു ലെവൽ തന്നെയാണ് ഇത് ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതും പിന്നെ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 500 പോയിൻറ്റോളം 24,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്ന് പറയുന്നത് ഇതൊരു നെക്ക് ലൈനാണ്. ഈ കാണുന്ന ഒരു നെക്ക് ലൈനാണ്, സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പം ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിൻ്റ് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഹൈ മുതൽ പിന്നെ ഈ ഒരു നെക്ക് ലൈൻ വരെയുള്ള ഏകദേശം 500-550 പോയിൻ്റാണ്. അപ്പം അത്രയും പോയിൻറ്റും താഴോട്ട് ഡ്രോപ്പ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് 24,000 എന്നുള്ളൊരു ഫിഗർ ഇന്നലെ ചിലർ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് 24,000 എന്നുള്ളൊരു ഫിഗർ പറഞ്ഞത്. അപ്പം ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,000 വരയ്ക്കും വരാനുള്ള സാധ്യത ഉണ്ട്. മിക്കവാറും അത് ഈ ആഴ്ചയിൽ വരാം. ഇത് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ആഴ്ച 24,000 പ്രതീക്ഷിക്കാം താഴോട്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഏകദേശം 100, 140, 180 പേരടുപ്പിച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ട്. വ്യൂസ് കുറവാണ്, അത് കുഴപ്പമില്ല. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കമൻറ്റുകൾ ഇട്ടാൽ മാത്രമേ അതിൻ്റെ വ്യൂസ് വരും ദിവസങ്ങളിൽ കയറത്തുള്ളൂ. ആർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ഇച്ചിരി തിരക്കുണ്ട്, പിന്നെ അത്രയും മെസ്സേജുകളുണ്ടായിരുന്നു. എങ്കിലും അതിലുള്ള ചില മെസ്സേജുകൾ വായിച്ചു, അതിനുള്ള മറുപടി ഞാൻ ഈ വീഡിയോയിൽ തരാം. അവിടെ കമൻറ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ടൈപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അവിടെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് വാറിൻ്റെ യുക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് ഡ്രോപ്പ് ആവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻട്രാഡേ ബേസിലാണ്. ഒരിക്കലും ഒരു ഷോർട്ട് ടൈം വ്യൂവോ അല്ലെങ്കിൽ ലോങ് ടൈം വ്യൂവോ അല്ല ഇതിൽ പറയുന്നത്. ഇൻട്രാഡേ ബേസിലാണ് നമ്മൾ പറയുന്നത്. ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടുള്ള അനാലിസിസ് ആണ്. ഇൻട്രാഡേ അനാലിസിസ് ചെയ്തിട്ട് ഇത് വെച്ച് ട്രേഡ് എടുക്കുന്ന ആർക്കായിരുന്നാലും, ഏതൊരു ട്രേഡറിനായിരുന്നാലും ഒരിക്കലും യുദ്ധം വന്നാലോ അല്ലെങ്കിൽ മറ്റ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലോ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ ചെയ്യുന്നത് ഇൻട്രാഡേ ആണ്. ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് തരുന്ന ലെവൽസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മാർക്കറ്റ് പൊട്ടുകയോ കയറുകയോ പായുകയോ എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് പോയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. കാരണം നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് നിഫ്റ്റി മാത്രമാണ്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇതിൽ ഞാൻ ഒരിക്കലും BTST ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കാറില്ല, ആരോടും പറയാറുമില്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം വന്നാലും ശരി, എന്ത് വന്നു കഴിഞ്ഞാലും ശരി, ഓവർനൈറ്റ് പൊസിഷൻ നമുക്കില്ലാത്തത് കൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തരുന്ന ലെവൽസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അത് ബ്രേക്കൗട്ട് കിട്ടുന്നുണ്ടോ, അത് മാത്രം നോക്കി ട്രേഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, യുദ്ധം വന്നാലും ശരി ഇല്ലെങ്കിലും ശരി. പിന്നെ രണ്ടാമതൊരു വിഷയമുള്ളത്, നിങ്ങൾ ചിലപ്പം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ ചിലപ്പോൾ ഒരു യുദ്ധം വരികയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരികയോ ചെയ്ത് സ്റ്റോക്കുകൾ താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലുള്ള ഒരു പ്രശ്നമായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ
മാർക്കറ്റ് പൊട്ടി താഴോട്ട് പോയാൽ പോലും, കാരണം ഇപ്പം എത്ര പോയിൻ്റാണ്, ഏകദേശം 2000 പോയിൻ്റ് താഴെ പോയിട്ടാണ് മാർക്കറ്റ് തിരിച്ച് കയറി വന്നത് ഇല്ലേ. അപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ലോങ് ടൈം വ്യൂവിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പം സ്റ്റോക്ക് ഒരു സ്വിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോങ് ടൈമിന് വേണ്ടിയിട്ടോ ഹോൾഡ് ചെയ്യുന്നവർക്ക് മാർക്കറ്റ് ഒന്ന് ഡ്രോപ്പ് ആയാൽ പോലും അവരുടെ കയ്യിൽ അത് ആവറേജ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ അവരുടെ കയ്യിലുണ്ടാവും. അപ്പം അവർക്ക് ഇതുപോലുള്ള ചെറിയ കറക്ഷൻസൊക്കെ എന്ന് പറയുന്നത് അവർ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മാക്സിമം ഉപയോഗിക്കും. അപ്പം അവർക്കും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ്, ഇൻട്രാഡേക്ക് സ്റ്റോക്ക് എടുത്ത് ലോസ് വന്ന് ഗതികേട് കൊണ്ട് ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവും. അവരെ മാത്രമേ ഇത്തരം രാത്രി വരുന്ന നെഗറ്റീവ് ന്യൂസുകൾ ബാധിക്കാറുള്ളൂ. അപ്പോൾ സ്റ്റോക്കിൽ ചെയ്യുന്നവർ ഇക്വിറ്റി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ട് എപ്പോഴും താഴെ നിന്ന് എടുക്കുക. ഈ 25,000 മുകളിൽ നിൽക്കുന്ന സമയത്തൊന്നും സ്റ്റോക്ക് വാങ്ങിക്കാൻ പോലും താഴെ ഡിപ്പിൽ വരുന്ന സമയത്ത് സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ആവറേജ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഹൈയിൽ വെച്ച് വാങ്ങിക്കാൻ പോകരുത്. ഹൈ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വിൽക്കാനുള്ളതും ലോ എന്ന് പറയുന്നത് എപ്പോഴും വാങ്ങിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി, അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പം ഡേ ക്യാൻഡിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 24,550 24,550. ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് 25,000 25,000, പിന്നെ ഏറ്റവും കൂടുതലുള്ളത് 25,500, പിന്നെ തൊട്ട് താഴെ നിൽക്കുന്നത് 25,000. 25,500 ഇത്രയും ഒരു ഓവറോൾ മൊത്തം എനിക്ക് തോന്നുന്നു നല്ല ക്വാണ്ടിറ്റി, ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റിൽ കോൾ റൈറ്റേഴ്സ് ഉള്ളത് 25,500. ഏകദേശം 1000 പോയിൻ്റ് മുകളിലിട്ടിട്ടാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈം ബുള്ളിഷിനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. 25,000 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ ഇത്രയും സെല്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ മാർക്കറ്റിന് അങ്ങോട്ടൊന്ന് വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സ്പയറിക്ക് മുന്നേ ചിലപ്പം മുകളിലോട്ടൊന്ന് ചിലപ്പം തള്ളിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പം ഒരു ട്രാപ്പുമാകാൻ സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ട് നോക്കുക, ഇൻട്രാഡേ ചെയ്യുന്നവർ കൃത്യമായിട്ട് ലെവൽസ് നോക്കി ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത് ഓക്കെ, ഇത് ഇന്നലത്തതും ജൂൺ 2, 3 തീയതികളിലെ ചാർട്ടാണ്. ഇത്രയും ഈ കാണുന്നത് ജൂൺ 2, 3 തീയതികളിലെ ചാർട്ടാണ്. ഈ ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിൽ എന്തെങ്കിലും ഒരു പാറ്റേണോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടികിട്ടിയിരിക്കാം, ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും. ഇനി ഞാനിതിലൊരു ചാർട്ട് പാറ്റേൺ വരച്ച് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ലോ ഇത് 2-ാം തീയതിയുള്ള ലോയാണ്. പിന്നെ ഇന്നലെ വന്നിട്ടുള്ള ഈ ഒരു ലോ നേരെ ഞാൻ നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, ഇന്നലെ ഇവിടെ നിന്നാണ് പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറിയത്. നമ്മൾ ചാർട്ട് പാറ്റേൺസിൻ്റെ ഒരു സീരീസ് തുടങ്ങിയായിരുന്നു, അത് പാതി വഴിയിൽ കിടക്കുകയാണ്. 4-5 വീഡിയോ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു ചാർട്ട് പാറ്റേൺ മാത്രമേ അതിൽ വരച്ചിട്ടുള്ളൂ. എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇച്ചിരി സമയമെടുക്കും. ഇത്തരം പാറ്റേണുകളെല്ലാം അതിനകത്ത് തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കാം. ഓക്കെ, ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ്. ഇത് 2-ാം തീയതിയുള്ള ലോയും പിന്നെ ഇന്നലത്തെ ലോയും കൂടെ ഞാൻ കവർ ചെയ്ത് വരച്ചിട്ടുള്ളതാണ്. എപ്പോഴും ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്തെങ്കിലും ഒന്നുകൂടി പറഞ്ഞുതരാം. എപ്പോഴും ഒരു നെക്ക് ലൈൻ ഉണ്ടാകും, നെക്ക് ലൈനിൻ്റെ മുകളിലൊരു കപ്പ് വരും, പിന്നെ അവിടെ നിന്നിട്ടൊരു ഹാൻഡിൽ ഫോം ചെയ്യും. ഈ നെക്ക് ലൈൻ എപ്പോഴാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത്, ഇത്രയും ഈ ഹൈ ടു ലോ ഇത്രയും നമുക്ക് താഴോട്ട് ടാർഗറ്റ് വയ്ക്കാൻ പറ്റും. അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു കപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു ഹാൻഡിൽ കൂടെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ പാറ്റേൺ വരുന്നത്. പാറ്റേൺ കപ്പ് കഴിഞ്ഞ് ഹാൻഡിൽ വരും. ഹാൻഡിൽ എപ്പോഴാണോ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുന്നത്, ഇതിവിടെ നിന്ന് ബ്രേക്കൗട്ട് കിട്ടി. അടുത്ത് നമുക്കുള്ളതെന്ന് പറയുന്നത് ഇതാണ് ഈ പാറ്റേണിൻ്റെ നെക്ക് ലൈൻ എന്ന് പറയുന്നത്.
ഇത് എപ്പോഴാണോ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുന്നത്, ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ ഈ പാറ്റേൺ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇത് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഹൈ മുതൽ ഈ നെക്ക് ലൈൻ ഏകദേശം 228 പോയിൻറ്റ്. 228 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 24,580 ഒരു മിനിറ്റ്. ഏകദേശം 24,450 24,450 വരേക്കും വരും. അപ്പോൾ അവിടെ അടുത്തൊരു സംശയം, ഇന്നലത്തെ പ്രീ മാർക്കറ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരും ഇട്ടിട്ടുണ്ട്, മെയ് 9 അല്ല, ആക്ച്വലി മെയ് 9 അല്ല, മെയ് 12 ഗ്യാപ്പാണ് ഇവിടെ വരുന്നത്. ആ ഗ്യാപ്പ് വരയ്ക്കും ജൂൺ 9 മുന്നേ എത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് കൃത്യമായിട്ട് നമ്മൾ ഡേ ക്യാൻഡിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വരുന്നതെന്ന് പറയുന്നത് 24,000-ലാണ്, സോറി 24-ന് തൊട്ട് മുകളിലാണ്. അതാണ് നേരത്തെ നമ്മൾ ഡേ ക്യാൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവല് 24,000 വരയ്ക്കും. ഈ ഒരു ലെവല് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതാ 24,000 ഇതാണ്, ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് 24,000 വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ടും കിട്ടും, ഡബിൾ കൺഫർമേഷനാണ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലും. ചിലപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിയാലും റീടെസ്റ്റിന് ചിലപ്പം കയറി ആയിരിക്കും. ഈ ഒരു സപ്പോർട്ട് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസ് ആവും. അപ്പം അവിടെ നിന്നാണ് എൻട്രി എടുക്കേണ്ടത്. ഈ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് എൻട്രി എടുത്ത് ഹോൾഡ് ചെയ്യാം. ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക്. ഇവിടെ നിന്ന് ഒരു ഇന്നത്തെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നാളെ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക് ഈ ഹൈക്ക് മുകളിൽ ഏകദേശം നമുക്ക് ഇൻഡെക്സിൽ വരുന്നത് 24,600 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇത് ബ്രേക്കൗട്ട് കിട്ടുന്ന സമയത്ത് ഇവിടെ നിന്ന് റീടെസ്റ്റിന് വരുന്ന സമയത്ത്, അതായത് ഈ നെക്ക് ലൈൻ എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും അടുത്ത് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞ് ഇവിടെ റീടെസ്റ്റിന് വരുന്ന സമയത്ത് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക് സെല്ല് ചെയ്യാം. ഒരു 200-300 പോയിൻ്റ് ടാർഗറ്റ് വെച്ചിട്ട് സെല്ല് ചെയ്യാം. ഇതിന് മുകളിൽ 24,600 മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം അതാണ് ഈ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ പാറ്റേൺ. നമുക്കടുത്ത് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിലും ഞാൻ ഈ പാറ്റേൺ നേരത്തെ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിത് വരച്ചിട്ടിട്ടാണ് ഞാൻ അവിടെ ഗ്രൂപ്പിൽ ചോദിച്ചത്. ഓക്കെ, ഇന്നലത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും മുകളിലത്തെ ലെവലെന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPR ബ്രേക്കൗട്ട് കിട്ടും എന്ന് ഇന്നലത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPR ബ്രേക്കൗട്ട് കിട്ടി. CPR 3 പ്രാവശ്യം ബ്രേക്കൗട്ട് കിട്ടി. എപ്പോഴും ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതാണ്, CPR ഒരിക്കലും 3-ൽ കൂടുതൽ പ്രാവശ്യം ബ്രേക്കൗട്ട് കിട്ടിയിട്ടില്ല. ഇതിന് മുന്നേ പലവട്ടവും ഈ 3 പ്രാവശ്യമൊക്കെ ബ്രേക്കൗട്ട് കിട്ടിയ ദിവസങ്ങളിലൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. CPR 3 പ്രാവശ്യത്തിന് മുകളിൽ ബ്രേക്കൗട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് 3-ാമത്തെ പ്രാവശ്യം CPR ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടേക്ക് എത്തിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്ന്. അപ്പം 4-ാമത്തെ പ്രാവശ്യം അത് ബ്രേക്കൗട്ട് കിട്ടാൻ പലവട്ടം ശ്രമിച്ചുവെങ്കിലും അവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിജക്ഷൻ വന്നു. ഈ ഒരു ലെവൽ 24,485 ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്നൊരു 20 പോയിൻറ്റിന് മുകളിൽ തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി. ഇന്നത്തത് വൈഡ് CPR ആണ്. മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതനുസരിച്ചൊരു ചെറിയൊരു ഗ്യാപ്പപ്പിന് സാധ്യതയുണ്ട്. ഈ ഗ്യാപ്പപ്പ് കിട്ടിയാലും മിക്കവാറും ഇവിടെ നിന്നൊരു റിജക്ഷൻ CPRനുള്ളിൽ അല്ലെങ്കിൽ CPRൻ്റെ തൊട്ട് താഴെയായിരിക്കും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുക. CPR റെസിസ്റ്റൻസ് ഉണ്ടാകും 24,629, 24,647. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ ഒരു അനലൈസ് പ്രകാരം CPRൻ്റെ ഒരു സ്റ്റഡി പ്രകാരം CPR ബ്രേക്കൗട്ടിന് സാധ്യതയുണ്ടെന്ന് മുകളിലോട്ട്. അതായത് CPRന് താഴെയാണ് 24,629 താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവലിന് താഴെ
ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഒരു റിജക്ഷനും പ്രതീക്ഷിക്കാം. 24,739, 24,756. അപ്പോൾ നേരത്തെ ഞാൻ പാറ്റേണിൽ പറഞ്ഞതുപോലെ ഈ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ഈ ഒരു ലെവൽ നെക്ക് ലൈൻ 24,519, 24,500 എടുക്കുക. 24,500 എപ്പോഴാണോ ബ്രേക്കൗട്ട് താഴോട്ട് കിട്ടുന്നത് അപ്പോഴത്തേക്കും പാറ്റേൺ വർക്കാവും. അതായത് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടി മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴോട്ട് വന്ന് ഇന്നലത്തെ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റീടെസ്റ്റിന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഫസ്റ്റ് ബ്രേക്കൗട്ടിലോ എൻട്രി എടുക്കാം. 24,449, 24,430. അപ്പോൾ ഇവിടെ നിന്നാണ് ഫീച്ചേഴ്സ് ബൈ ചെയ്യേണ്ടത്. ഫീച്ചേഴ്സ് ചെയ്യുന്നവർക്ക് ഈ ഒരു നെക്ക് ലൈൻ 24,500 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി റീടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്രേക്കൗട്ട് കിട്ടുന്ന സമയത്തോ ഇവിടെ നിന്ന് ഫ്യൂച്ചേഴ്സിൻ്റെ ലെവൽ നോക്കിയിട്ട് എൻട്രി എടുക്കാം. ഇതിന് മുകളിൽ 24,600 മുകളിൽ ഏകദേശം എത്രയാണ് 100 പോയിൻറ്റിന് മുകളിൽ SL കീപ്പ് ചെയ്യുക. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടില്ല. ഇരുപത്തിനാല് 353, 24,335. ഇത് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് 24,287, 24,267. അപ്പം ഇത്രയാണ് താഴോട്ടുള്ള രണ്ട് ലെവൽസ്. അതായത് കൃത്യമായിട്ട് നോക്കുക. ഇന്നലത്തെ പാറ്റേൺ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ പാറ്റേണിൻ്റെ നെക്ക് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു 3 ടാർഗറ്റും ഓരോ ടാർഗറ്റ് എത്തുമ്പോഴും കൃത്യമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ബ്രേക്കൗട്ട് നോക്കിയിട്ട് വേണം അടുത്ത എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. മുകളിലോട്ട് ഒറ്റ ലൈനേ ഉള്ളൂ. CPRന് തൊട്ട് മുകളിലുള്ള 24,731, 24,756. അപ്പോൾ ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ തരാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റേറ്റിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.